നമസ്കാരം. കേരള വിഷൻ ന്യൂസ് വാർത്താവേളയിലേക്ക് സ്വാഗതം. വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണുവാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ മുങ്ങി ഇന്നും നിയമസഭ. സഭാ നടപടികൾ വെട്ടിച്ചുരുക്കുവാൻ ആലോചന. അന്തിമ തീരുമാനം കാര്യോപദേശക സമിതി. യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് പ്രതിപക്ഷം. പരാതികളിൽ നടപടിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല, ഒരു ചർച്ചയും നടന്നിട്ടില്ല. സാർ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സഭാ നടപടികളുമായി സഹകരിച്ചു പോകാനുള്ള ഒരു സാഹചര്യവും ദൗർഭാഗ്യവശാൽ അങ്ങും സർക്കാരും ഇവിടെ ഉണ്ടാക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ യുവതിക്ക് പീഡനം. അന്വേഷണത്തിന് ആരോഗ്യമന്ത്രിയുടെ ഉത്തരവ്. CME അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുവാൻ നിർദ്ദേശം. ആഭ്യന്തര അന്വേഷണ സമിതി രൂപീകരിച്ചു. ഭരണപ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും സ്തംഭിച്ചേക്കും. UK പരാമർശത്തിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന ആവശ്യത്തിൽ ഉറച്ച ഭരണപക്ഷം. രാഹുലിനെതിരായ ഡൽഹി പോലീസിന്റെ അന്വേഷണം ഉന്നയിക്കുവാൻ കോൺഗ്രസ്. അദാനി വിഷയത്തിലും പ്രതിഷേധം ശക്തമാക്കും. യുകെയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനെ ആക്രമിച്ച് ഖലിസ്ഥാൻ അനുകൂലികൾ. അക്രമം അമൃത്പാൽ സിംഗിനെതിരായ നടപടികളിൽ പ്രതിഷേധിച്ച് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. അമൃത്പാൽ അറസ്റ്റ് എന്ന അവകാശവാദവുമായി വാരിസ് പഞ്ചാബ് ദേ നിയമോപദേഷ്ടാവ്. ഇടുക്കിയിൽ ഭീതി പരത്തിയ അരിക്കൊമ്പനെ പിടികൂടാനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. ഒരു കുങ്കിയാന ഉൾപ്പെടെ വയനാട്ടിൽ നിന്നുള്ള ആദ്യ സംഘം ഇടുക്കിയിലെത്തി. തൃശൂർ വരന്തരപ്പള്ളിയിൽ ഇന്ന് വീണ്ടും കാട്ടാന കൂട്ടമിറങ്ങി. ജനവാസ മേഖലയിലെത്തിയത് കുട്ടിയാനകളടക്കം 18 ആനകൾ. സ്പാനിഷ് എൽ ക്ലാസിക്കോയിൽ റയലിനെ പരാജയപ്പെടുത്തിയ ബാഴ്സലോണ. പരാജയം 1-2 ഗോളുകൾക്ക്. ജയത്തോടെ റയലുമായി 12 പോയിന്റ് ലീഡ് ഉയർത്തി ബാഴ്സ.